السلام عليكم يا حبيبي. كيف حالك؟ شو اخبارك؟ بارك الله الله. حالك كل عام وانتم بخير. اجي حروس ان شاء الله. ഇന്ന് എനിക്കൊരു നോമ്പുതറ ഉണ്ടായിരുന്നു. മുക്കം വാക്കിംഗ് ക്ലബിൻ്റേതായിരുന്നു കേട്ടോ ഈ ഒരു നോമ്പുതറ. വാക്കിംഗ് ക്ലബിലെ എല്ലാ മെമ്പർമാരും അതുപോലെ തന്നെ നാട്ടിലെ ചില പ്രധാനപ്പെട്ട ആളുകൾ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നോമ്പുതറ തന്നെയായിരുന്നു. ഗ്രാൻഡായിട്ടുള്ള ഫുഡും കാര്യങ്ങളും അതുപോലെ തന്നെ സിറ്റിങ്ങും നല്ലൊരു ആംബിയൻസ് ഉള്ള ഒരു വീടും കുറേ അറബികളും പങ്കെടുത്തൊരു നോമ്പുതറ തന്നെയായിരുന്നു കേട്ടോ. നമ്മുടെ MLA ഇവിടെ എത്തിയിട്ടുണ്ട്. ഓരോ തവണയും ഓരോ വീട്ടിൽ നിന്നാണ് കേട്ടോ നോമ്പുതറ നടത്താറ്. ഇത്തവണ രാജേഷ് ചേട്ടൻ്റെ വീട്ടിൽ നിന്നാണ്. രാജേഷ് ചേട്ടൻ തൃക്കടമണ്ണ ക്ഷേത്രത്തിന്റെ പ്രസിഡന്റ് കൂടിയാണ്. കുറെ അറബികളൊക്കെ ഇറക്കിയല്ലോ, ഒരു വ്യത്യസ്തമാക്കാൻ വേണ്ടിട്ടാണോ? ഈ പ്രാവശ്യം ഒരു വ്യത്യസ്തമാക്കാൻ വേണ്ടിട്ട് ഞങ്ങളെ മുക്കം വാക്കിംഗ് ക്ലബിന്റെ പരിപാടിയില്ലേ എല്ലാ വർഷവും നടത്തി വരാറുള്ള പരിപാടിയാണ്. ഇപ്രാവശ്യം ഒന്ന് അറബികളൊക്കെ ഇറക്കി ഒരു വ്യത്യസ്തമാക്കിയിട്ട് പരിപാടി നടത്താൻ തീരുമാനിച്ചു. ഈ കൂട്ടായ്മ ഇനി വരും വർഷങ്ങളിലേക്ക് കൂടുതൽ ആളുകൾ തീർച്ചയായിട്ടും അടുത്ത വർഷവും ഇതേപോലെ വിപുലീകരിച്ചിട്ടുള്ള പരിപാടികൾ നടത്താനുള്ള പ്ലാൻ ഉണ്ട്. കൂട്ടമായുള്ള നോമ്പുതറകളെല്ലാം നമ്മുടെ മനസ്സിന് ഒരുപാട് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ കൂടിയാണ്. നമ്മുടെ MLA വന്നിട്ട് മലയാളം സംസാരിച്ചപ്പോൾ ഞങ്ങളെ അറബികളെ പറ്റി നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. പിന്നെ മുക്കത്തുകാർക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു അറബികൾ തന്നെയാണ് ഇട്ടത്. അറബിയായിട്ടും അതുപോലെ തന്നെ മാവേലി ആയിട്ടൊക്കെ നിൽക്കാറുള്ള നമ്മുടെ ആസാദ് മുക്കത്തുകാർക്ക് എല്ലാവർക്കും അറിയുന്നവർ തന്നെയാണ്. ചെറിയൊരു തമാശ രൂപത്തിലാണ് അവർ വേഷം കെട്ടൊക്കെ നടത്തിയെങ്കിലും എല്ലാവർക്കും ഒരു എന്താ പറയുക, മനസ്സിനൊരു സന്തോഷം, അതുപോലെ തന്നെ എല്ലാവരും ഒരു കൂട്ട നോമ്പ് തുറയാണല്ലോ, ആ ഒരു സംതൃപ്തിയും ഉണ്ടായിരുന്നു. വരുന്നവർക്ക് എല്ലാവർക്കും തന്നെ ഒരു രസമായും ഒരു ഹരമായൊക്കെ തോന്നിയ ഒരു സംഭവം തന്നെയാണ് കേട്ടോ. ബാങ്ക് കൊടുത്തത് കൂടെ എല്ലാവരും നോമ്പ് തുറക്കലിൻ്റെ തിരക്കിലായി. കാരക്കയും ഫ്രൂട്ട്സും 2 ഐറ്റം ജ്യൂസുകൾ, കട്ലേറ്റ്, ഉന്നക്കായ് എല്ലാം തന്നെ നോമ്പ് തുറക്കാനുണ്ടായിരുന്നു. നോമ്പ് തുറക്ക കഴിഞ്ഞ് തമാശയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിസ്കാരത്തിന് സമയത്ത് കറക്റ്റായിട്ട് എല്ലാവരും നിസ്കാരത്തിലേക്ക്. രാജേഷ് ചേട്ടൻ്റെ വീട്ടിൻ്റെ ബാക്ക് വശത്തായിട്ട് ഗാർഡനിൽ നിസ്കരിക്കാനുള്ള സൗകര്യങ്ങളും ചെയ്തിരുന്നു. നമസ്കാരമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഫുഡ് കഴിക്കാനായിരുന്നു. നോമ്പുതറ സംഘടിപ്പിക്കുമ്പോൾ പല രീതിയിലും സംഘടിപ്പിക്കാറുണ്ട്. ഒറ്റ സിറ്റിങ്ങിൽ തന്നെ നോമ്പുതറയും ഭക്ഷണവും ഒരുമിച്ചാക്കാറുമുണ്ട്. ഇവിടെ നമസ്കാരത്തിന് ശേഷമായിരുന്നു ഫുഡ്. നല്ല ഫുഡും കാര്യങ്ങളും തന്നെയായിരുന്നു കേട്ടോ. പൊറാട്ട, ബിരിയാണി, നൈസ് പത്തിരി, പാൽക്കപ്പ തുടങ്ങിയ ഐറ്റങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അറബികളുമൊത്ത് കുറേ ആൾക്കാർ വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കാൻ തുടങ്ങി കേട്ടോ. ഫോട്ടോ എടുക്കാനായിട്ട് നമ്മുടെ മുക്കത്തിൻ്റെ രാജീവേട്ടൻ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. സ്മാർട്ട് രാജീവേട്ടൻ്റെ ഫോട്ടോസ് കാണാത്തവർ മുക്കത്തുകാരുണ്ടാവില്ല, അത്രയും നല്ല ഫോട്ടോഗ്രാഫറാണ്. അത് കഴിഞ്ഞതാ അറബികളുടെ ഒരു ഫേവറേറ്റ് സംഭവമായ ഹുക്ക നമ്മുടെ നാട്ടിൽ അങ്ങനെ കണ്ടുവരാത്തൊരു സാധനമാണ്. അറബികളിലെ ഒറിജിനൽ അറബിയാണ് കേട്ടോ ഈ വന്നുകൊണ്ടിരിക്കുന്നത്. ആ കന്തൂറ പൊട്ടാത്തത് എന്തോ ഭാഗ്യം കൊണ്ടാണ്. പടക്കത്തിനല്ലോ തീ കൊടുക്കുന്നത്. കൈ എത്ര നോക്കിയോ? ഒന്നും വരില്ലല്ലോ. അല്ല ആംബുലൻസ്
പെട്ടെന്ന് കിട്ടണേ. ഫ്ലേവർ പൈനാപ്പിള് അല്ല, താഴത്തു കൂടെ ബാക്കി എല്ലായിടത്തും കൂടി പോകണ്ട്. ഏത് പോവും അല്ല, അത് കുഴപ്പമില്ല. ഞാൻ പോകുമ്പോ കൊണ്ടേക്കൊണ്ട് ഞങ്ങൾ അയൽവാസിയാ. അല്ല, ഒരാളെ എന്റെ നിപ്പ് വരെ സംഭവം കത്തിക്കാൻ ഐഡിയ ഇല്ലാഞ്ഞിട്ടാണോ അറിയില്ല, അല്ലെങ്കിൽ കത്താൻ ഇതുപോലെ താമസം എടുക്കുന്നതുകൊണ്ടാണോ ഒരുപാട് സമയം എടുത്തിട്ട് അത് കത്താൻ വേണ്ടിയിട്ട്. അതിനിടയിൽ മനു കർപ്പൂരം എടുക്കാൻ പറഞ്ഞ അമ്മനോട് കർപ്പൂരം എടുത്തിട്ട് അതിലിട്ടിട്ടാണ് കത്തിച്ചത്. കത്തി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ മാറി. അതിൻ്റെ ടേസ്റ്റ് കർപ്പൂരത്തിൻ്റെ ആയി. മണ്ണെണ്ണ ഒറ്റിച്ചല്ലേ രണ്ടുറ്റി. ഇന്നത്തെ വ്യത്യസ്തമായ നോമ്പ് തുറ കഴിഞ്ഞ് വീട്ടിലെത്തി. ഇനി മറ്റൊരു വീഡിയോയുമായി കാണാം.